സൈലൻസ് ഈസ് ഗോഡ്സ് ലാംഗ്വേജ്. നിശബ്ദത ദൈവത്തിൻ്റെ ഭാഷയാണ്. പാർട്ട് 1 കഴിഞ്ഞ ദിവസം പറഞ്ഞു. പാർട്ട് 2 ആണ്. കർത്താവിൻ്റെ സൗമ്യമായ നിശബ്ദമായ അസാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. കർത്താവ് ഒരു നാളും ഞാൻ നിന്നെ ഇട്ടേച്ചു പോകത്തില്ല, ഒരു നാളും ഞാൻ നിൻ്റെ മക്കളെ ഇട്ടേച്ചു പോകത്തില്ല. അവർ എൻ്റെ കൂടെയൊന്നും അല്ലായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ അവരെ ഇട്ടേച്ചു പോകത്തില്ല. അതായത് നമ്മുടെ മക്കളെ കൊണ്ട് ഒരാളെ ഏൽപ്പിച്ചു, നല്ല കാര്യപ്രാപ്തിയുള്ള ഏൽപ്പിച്ചു, വൈകിട്ട് വരെ നോക്കണമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് അവരെ ഇട്ടേച്ചെങ്ങും പോകത്തില്ല. അവരവിടെ നിൽക്കും. നമ്മൾ തിരിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട്. അതുപോലെ നമുക്ക് തന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റേത്. ദൈവം നമ്മളെ ഏൽപ്പിച്ച് നമ്മളവരെ വളർത്തി 18 വയസ്സ് വരെ വളർത്തി കഴിയുമ്പോൾ അവരെ കർത്താവിന് തിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. ഹന്നായിക്കകത്ത് സമൂഹലിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഹന്നായിക്ക് മക്കളില്ലാഞ്ഞിട്ട് ഹന്ന കരഞ്ഞ് പ്രാർത്ഥിച്ച അവസാനം ഒരു കുഞ്ഞിനെ കിട്ടുന്നു. അപ്പോൾ ഹന്ന ഒരു നേർച്ച നേരുന്നുണ്ട്. എനിക്കൊരു മകനെ നീ തരുന്നു എങ്കിൽ മുലകുടി മാറുമ്പോൾ ഞാൻ അവനെ കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ഏൽപ്പിക്കുമെന്ന്. അങ്ങനെ തന്നെ ഹന്ന ചെയ്തു. മുലകുടി മാറിയപ്പോൾ സമൂഹലിനെ കൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവിടെയൊക്കെ ഈ ദൈവവും ഹന്നായുമായിട്ടുള്ള സംസാരം അല്ലെ എന്താണ് അവർ തമ്മിൽ നടന്നത് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് ദൈവത്തോട് എന്താണ് ഒരു വാഗ്ദത്തം കൊടുത്ത് അല്ലെ ഉടമ്പടി കൊടുത്ത് ഞാനിക്കൊരു മകനെ തരുന്നു എങ്കിൽ, പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് കാണും. ഇതുപോലെയാണ് നമ്മളോട് ദൈവം എന്നും നിശബ്ദതയിൽ കൂടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് പറയുന്നത് ചോദിച്ചാൽ ഏലിയാ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏലിയാ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി മഴ പെയ്യിപ്പിച്ചു, ഭൂമിയിലെല്ലാം നല്ല സമാധാനമായി കഴിഞ്ഞപ്പോൾ ഏലിയാ പ്രവാചകൻ യെസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഭാരം പേടിപ്പിരിയായിട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ അവർ ഏലിയാ പ്രവാചകൻ ഒളിച്ചിരിക്കുമ്പം കർത്താവ് ദൈവം തമ്പുരാൻ കടന്നു വന്ന് ചോദിക്കുന്നു, എന്താണ് വലിയൊരു കാറ്റയക്കുന്നു, ഭൂകമ്പം പോലെ, അതിന് തീ ഇറങ്ങുന്നു. അതിലൊന്നും ദൈവം ഇല്ലായിരുന്നു. എന്നാൽ അവസാനം മൃദുവായൊരു ശബ്ദം കേട്ടു. എന്താണ്? ദൈവം വളരെ മൃദുവായിട്ട് സംസാരിക്കുന്നു. എപ്പോഴാ? നിൻ്റെ ചെവി അതിന് ഓഡിബിളാണ്, ശ്രദ്ധിക്കുമ്പോൾ. അങ്ങനെ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പം ഈ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് നമുക്ക് 2 ശക്തികളുണ്ട്. എക്സ്റ്റേർണലായിട്ടുള്ള തടസ്സമുണ്ട്, ഇൻറ്റേർണൽ തടസ്സം. സൈലൻസ് 2 തരത്തിലുണ്ട്. എക്സ്റ്റേർണൽ സൈലൻസ് ആൻഡ് ഇൻറ്റേർണൽ സൈലൻസ്. എക്സ്റ്റേർണൽ സൈലൻസ് എന്ന് പറയുമ്പം നമ്മുടെ ചുറ്റുപാടും നമ്മൾ നിശബ്ദമാക്കുകയാണ്. അതെങ്ങനെയാണ്? ഈ വലിയ മൈക്കിൽ കൂടെയുള്ള അനൗൺസ്മെൻറ്റ്, പിന്നെ ഓരോ സമയത്ത് ഓരോന്ന് വിളിച്ച് പറയുന്നത്, പിന്നെ വലിയ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ വലിയ മൈക്ക് വെച്ചിട്ടുള്ളത്, പിന്നെ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ. വീട്ടിലുള്ള ചില പുരുഷന്മാർ ഇടയ്ക്കിടയ്ക്ക് ബഹളം വെക്കും. ഇടയ്ക്ക് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബഹളം വെക്കാതിരിക്കാൻ ഒക്കത്തില്ല. ബിക്കോസ് ഈ അകത്തിരിക്കുന്നതെല്ലാം പുറത്തു വരണം. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് ബിക്കംസ് ഹാബിച്വൽ. അത് മാസത്തിലൊരിക്കൽ ഇങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യും. അപ്പം ഇതിനൊക്കെ എക്സ്റ്റേർണൽ സൈലൻസ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യമേ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം വരണം. ഈ നോയിസ് പൊല്യൂഷൻ, അതായത് ശബ്ദ കോലാഹലം എന്നാണ് പറയുന്നത്. ഈ അധികമായ ശബ്ദം നമ്മുടെ ചെവിക്ക് ചേരത്തില്ല. അത് നമ്മുടെ ചെവിയെ നശിപ്പിക്കും. ഈ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. ചിലർക്ക് ചെവിയുടെ ശബ്ദം വലിയ ശബ്ദം കുഴപ്പമില്ല. ചിലർക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെവിയുണ്ട്. അവർക്ക് ചെറിയ ശബ്ദം ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് വലിയ കൊട്ടി ഘോഷിക്കുന്നു. ഈ പള്ളിയിലൊക്കെയാണ് പോലും ഈ മൈക്കുകൾ കൊണ്ട് അകത്ത് കയറ്റി വെക്കുമ്പോൾ ആ കൊച്ചു പിള്ളേരിരിക്കുന്നിടത്ത് ഈ മൈക്ക് വെക്കരുത്. കാരണം ആ മൈക്കിൽ നിന്നുള്ള വൈബ്രേഷൻ അവരുടെ ചെവിക്ക് ചില പിള്ളേർക്ക് അത് ഇൻസെൻസിറ്റീവാണ്. അത് ചെവി പൊട്ടിപ്പോകാൻ പോലും സാധ്യതയുണ്ട്. എല്ലാ സഭായോഗങ്ങളിലും ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഈ ശബ്ദം ആ തലത്തിനകത്ത് മാത്രം കേൾപ്പിക്കാനേ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവം കൂടുതൽ ജോലിക്കാരെ ആവശ്യമുണ്ട്. ചെറിയ ഗ്രൂപ്പിലേക്ക് പോകുവിൻ. ഈ കിടന്നുകൊണ്ട് ബഹളം വെച്ചിട്ട് വലിയ മെഗാ ചർച്ച്, മെഗാ മീറ്റിംഗ് ഇതിനകത്തൊന്നും അല്ല കാര്യം. അന്ത്യകാലത്ത് എന്താ വരാൻ പോകുന്നതെന്നറിയാമോ? സ്മോൾ ഗ്രൂപ്പുകൾ 10, 15, അതിൽ കൂടുതൽ വേണ്ട, 4, 5, 2 അതിൽ കൂടുതൽ പേര് എവിടെ ഇരുന്നാലും ഇതിനെ ഞാൻ അവിടെ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് പറയുന്നത് ഒരു കണക്കിന് ശബ്ദകോലാഹലം ഇല്ലാതാക്കാൻ കൂടിയല്ലേ. ദൈവം സംസാരിക്കുന്ന നമുക്ക് കേൾക്കാൻ വയ്യാത്തവണ്ണം മൈക്കിൽ കൂടെയും സദാസമയം ഉറക്ക ബഹളം വെച്ച് വഴക്കമുണ്ടാക്കിയെന്നിടത്ത് എങ്ങനെ ദൈവശബ്ദം നമ്മൾ കേൾക്കും? സോ ദി എക്സ്റ്റേർണൽ സൈലൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ മാൻകൈൻഡ്. അത് നമ്മുടെ ഒരു ജീവിത ശൈലിയായിരുന്നു പണ്ട്. എങ്ങനെയാണെന്ന് പറയാം. കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ അവർ സൂര്യപ്രകാശത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പകൽ കാട്ടിൽ വെളിച്ചം കിട്ടും കുറച്ചൊക്കെ. പക്ഷേ ഒരു 4-5 മണിയാകുമ്പോൾ തൊട്ട് നിഴൽ വീണു. ഉച്ചയ്ക്ക് നിഴൽ കാണും,
പക്ഷേ 5-6 ആകുമ്പോഴത്തേക്ക് ഇരുട്ടായി. പിന്നെ അവർ വിളക്ക് കുറച്ചു നേരം കത്തിച്ചു വെക്കും, കത്തിച്ചെങ്കിലായി. മോസ്റ്റ് ഓഫ് ദി ടൈം പിന്നെ ഇരുട്ടിലാണ്. എന്തിന്? ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ളവർക്കറിയാം. ഞാനൊക്കെ ഇംഗ്ലണ്ടിലാകുമ്പം, ഈ കേരളത്തിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ നമുക്കൊരു പുതിയ രാജ്യമാണ്. അതാണിപ്പം ആകെ കൂടെ ഒരു വല്ലാത്തൊരു സ്ഥലം. ചെറിയ ജോലിക്കുള്ള പഠിക്കാൻ കൊള്ളാം, അല്ലാതെ എന്ത് ഗുണമെന്ന് എനിക്കറിഞ്ഞൂടെ. എന്തെങ്കിലും ആട്ടെ, ഈ ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ തണുപ്പ് സഹിക്കാൻ വയ്യാത്ത തണുപ്പാണ് അവിടെ. അവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു 1-2 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ട് തുടങ്ങും വിൻ്റർ ടൈമിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്തൊരു സ്ഥലമാണ്. നമ്മുടെ ഇവിടെയൊക്കെ നട്ടുച്ചെന്ന് പറയുമ്പോൾ 1-2 നല്ല പ്രകാശമുള്ള സ്ഥലം. ഇവിടെ അതൊരു പുതിയൊരു അറിവായിരുന്നു എനിക്ക്. അത് ചില സ്ഥലങ്ങളില്ലേ 6 മാസം വെട്ടമുണ്ട്, 6 മാസം വെട്ടമില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ഈ വെട്ടം, ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മനുഷ്യൻ്റെ മേൽ ഒരു സ്വാധീനമുണ്ട്. വി നീഡ് എക്സ്റ്റേണൽ സൈലൻസ്. ചുറ്റുപാടും അല്പം കൂടെ സാവകാശമായിട്ട് അധിക ശബ്ദമില്ലാതിരുന്നാൽ നല്ലതായിരിക്കും. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. എ സ്പിരിറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ മൗത്ത് ഓർ എ വോയിസ് ബോക്സ് any more than our own inner self does. We are made in His image. We have been equipped with the ability to communicate without sound through our eyes or a knowing embrace. Silent speaks. അതായത് ദൈവം ഒരു ആത്മാവാണ്. ദൈവം ആത്മാവാണെങ്കിൽ ദൈവത്തിന് വായില്ല. ദ സ്പിരിറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ മൗത്ത് ഇല്ല. പിന്നെ ദൈവം എങ്ങനെ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ, there is a way where we can understand him without the ear. അത് ഇന്നർ ടോക്കിംഗ് ആണ്. അതിന് തീർത്തും നമ്മൾ ആത്മാവിലാകുമ്പോൾ, ദൈവം ആത്മാവാകുമ്പോൾ, ആ ദൈവം സംസാരിക്കുന്നത് ഓഡിബിൾ അല്ലെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ ഒക്കും. അതിന് ഇന്നർ ട്യൂണിംഗ് ആണ് ആവശ്യം. എവിടെ ഇന്നർ ട്യൂണിങ് ആർക്കാ ഉള്ളത്? അപ്പോൾ എക്സ്റ്റേണൽ സൈലൻസ് വിൽ ലീഡ് യു ടു ഇൻറ്റേർണൽ സൈലൻസ്. അതായത് പുറത്തെ വലിയ ശബ്ദ കോലാഹലം മാറ്റാമെങ്കിൽ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി നേരം രാവിലെ തൊട്ട് അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണി തൊട്ട് ഈ രാത്രി 10-11 വരെ പുഷ്പമേളയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. എന്തോ ഒരു ശബ്ദമാണ് പുഷ്പമേളയ്ക്ക്. എനിക്കന്ന് പുഷ്പങ്ങൾ ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വചനം വായിക്കുക എഴുതുമ്പം ഇതെപ്പോഴാണ് നിർത്തുന്നത്? കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ മാറുകയാണ് ഈ ശബ്ദം ഇങ്ങനെ വരുമ്പം. ഏതൊരു ശബ്ദവും അങ്ങനെ, നല്ലതും അഴുക്കും അതുപോലെ. നമ്മുടെ ചെവിയിൽ ഇത് വന്ന് അടിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എപ്പോഴിത് തീരും. അവസാനം ഏകദേശം 10 കഴിയുമ്പോഴത്തേക്ക് ശാന്തത വരുന്നതാണ്. പക്ഷേ ബൈ ദ ടൈം യു ആർ ഫ്ലഡഡ് വിത്ത് ദിസ് സൗണ്ട്സ് ഇൻ യുവർ ബ്രെയിൻ. ഈവൻ നല്ല കാര്യമാണേലും ഒത്തിരി നേരം ഒരാളങ്ങ് ചലിച്ചുകൊണ്ടിരുന്നാൽ എന്തോ ചെയ്യും? ശബ്ദം കുറച്ച് വഴക്കുണ്ട്. നിർത്തുമെന്ന് പറയത്തില്ല, ബിക്കോസ് പോസ് ഇൻ ബിറ്റ്വീൻ. ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ഇതെല്ലാം ക്ലാസ് എടുത്ത് ഒത്തിരി അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു, നമുക്ക് 2 മിനിറ്റ് മിണ്ടാതിരിക്കാം. 2 മിനിറ്റ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്, 2 മിനിറ്റ് മിണ്ടാതിരിക്കുന്ന ദീർഘമായിട്ട് തോന്നും. അതിൻ്റെ ഇടയ്ക്ക് ആരും ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും, ഈ ആളുകൾ പല തരത്തിലാണ്. നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒട്ടും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞു, എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ലോ എന്ന്. നമ്മൾ പറഞ്ഞു, കേൾക്കാതിരിക്കാൻ മിണ്ടാതിരിക്കുകയല്ലേ നമ്മൾ. അതിൽ കേട്ടിട്ടില്ല. സി ദേ നെവർ അബ്സോർബ്ഡ് ഇറ്റ് ദാറ്റ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. പിന്നെ ഞങ്ങൾ ഇരുന്ന് 2 മിനിറ്റ് നമ്മൾ മിണ്ടാതിരുന്നപ്പം വി ഫെൽറ്റ് എന്തൊക്കെയോ അടിഞ്ഞ് താഴോട്ട് പോയിട്ട് നമ്മൾ നോർമലാകുന്നത്. പരീക്ഷിച്ച് നോക്കും. ഇന്ന് 2-ാം ദിവസം ഞാൻ ഇതേ സൈലൻസിൻ്റെ ക്ലാസ് എടുത്തപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, ഇന്ന ദിവസം നമ്മൾ സൈലൻസ് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന നിശബ്ദത 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് എന്ന് പറയുന്നത് വലിയ ടൈമാണ്. നമ്മൾ ഈ കുടുംബയോഗത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, മരിച്ചുപോയവരെക്കുറിച്ച് ഓർമ്മിക്കും. അന്നേരം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, 1 മിനിറ്റ്. ഒറ്റ മിനിറ്റ് നിൽക്കത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം 20 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെ ചിലപ്പം 1 മിനിറ്റ് നിൽക്കുക. പക്ഷേ ഐ റിയലി നോട്ടീസ് ഷോർട്ട് പീരിയഡ് ദേ ടേക്ക്. വളരെ കുറച്ച് സമയത്ത് ആളുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ മിണ്ടാതിരിക്കാനൊക്കത്തുള്ളൂ. പിന്നെ 5 മിനിറ്റ് മിണ്ടാതിരിക്കാനായിട്ട് നമ്മൾ ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് നമ്മൾ ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരിക്കുകയാണ്. 5 മിനിറ്റ് ഒത്തിരിയായിട്ട് നമുക്ക് തോന്നിക്കും. ഈ 5 മിനിറ്റിനകത്ത് എന്നിലും നമ്മളിൽ കൂടെ ഇരിക്കുന്നവരിലുള്ള പല ചിന്തകൾ ഈ വെള്ളത്തിനകത്ത് നമ്മൾ കുറേ അരി ഇട്ടിരിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ആദ്യം പൊങ്ങിക്കിടക്കുന്ന കുറേ സാധനം കിടക്കുന്നുണ്ട് ഇതിനകത്തുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മൗനമായിട്ട് അല്ലെങ്കിൽ തനക്കാതിരിക്കുകയെങ്കിൽ നീ വെള്ളം പിടിച്ചിട്ട് ആ സാധനം താഴോട്ട് പോയിട്ട് താഴെ സെഡിമെൻ്റ് ആകും.
അത് താഴെ പോയിട്ട് മേളി വെള്ളം വരും, മേളി വെള്ളം പൊങ്ങി വരും. നമ്മുടെ ഹൃദയത്തിൽ 100 ചിന്തകൾ കയറിയിട്ട് ആവലാതി, വേവലാതി, വിഭ്രാന്തി, ചോദ്യം ചെയ്യൽ, പിന്നെ ഭ്രാന്ത് പിടിക്കുന്ന ഓരോ സ്വഭാവങ്ങൾ, ഇതെല്ലാം മുമ്പിൽ കിടന്ന് കലങ്ങുന്നുണ്ടെ വേറൊരാൾ വന്ന് അഭിപ്രായം ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. യു നീഡ് സൈലൻസ്, ക്വയറ്റ് ടൈം, ഇൻറ്റേർണൽ സൈലൻസ്. എളുപ്പമാണ്. അതെങ്ങനെ എടുക്കാന്ന് ചോദിച്ചാൽ, രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, 5 മണിക്ക് എഴുന്നേൽക്കുന്നവർ, അല്ലെങ്കിൽ 6 മണിക്കാട്ട്, അല്ലെ നേരത്തെ കിടക്കെ തന്നെ കിടന്ന് അല്പനേരം മൗനമായിട്ട് ദൈവസന്നിധിയിൽ കിടക്കുന്നതായിട്ട് കാണാം. ആട്ടിടേൻ്റെ അടുക്കൽ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് അവിടെ അങ്ങനെ മിണ്ടാതെ ദൈവസന്നിധി. അപ്പോൾ ചിലപ്പം ദൈവം ഇമ്പ്രസ് ചെയ്യും ഇങ്ങോട്ടോ. ഇമ്പ്രസ് ചെയ്തില്ലേലും ബി ഷുവർ ഹിസ് പ്രസൻസ് ഈസ് ദെയർ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം തുടങ്ങിയിട്ട് യു വിൽ സീ ദ ഡിഫറൻസ്. ഈ 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞപ്പം, അന്ന് ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരോടും ചോദിക്കും എന്താണ്, അന്ന് ആ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിയോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം വെൻ യു ഗിവ് സൈലൻസ് ടു യുവർ സെൽഫ്, ഇന്നർ സൈലൻസ്, യു വിൽ ബി ഏബിൾ ടു എലിമിനേറ്റ് അൺവാണ്ടഡ് തിങ്സ് ആൻഡ് ഗിവ് പ്രയോറിറ്റി ടു ദ വാണ്ടഡ് തിങ്സ്. ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ ഭരിക്കട്ടെ. കർത്താവിൻ്റെ സൗമ്യമായ നിശബ്ദത. സ്വർഗത്തിൽ നിശബ്ദതയുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ദൈവത്തിൻ്റെ ഉള്ളിൽ നിശബ്ദതയുണ്ട്. പുത്രൻ്റെ ഉള്ളിലും നിശബ്ദതയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലും നിശബ്ദതയുണ്ട്. മനുഷ്യന് മാത്രമേ ഉള്ളൂ നിശബ്ദത പാലിക്കാൻ പാടുള്ളത്. ഞങ്ങളുടെ മനസ്സ് വാണ്ടർ ചെയ്യും. അത് അവിടെ ഇവിടെ ഊടാടി നടക്കുന്ന സ്പിരിറ്റാണ്. അത് ഏക ആത്മാവാകുന്ന സത്യദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ ഒക്കുന്നില്ല. പക്ഷേ കർത്താവെ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, ഈ പുറമേയുള്ള ഈ ശബ്ദകോലാഹലം ഒന്ന് മാറ്റിത്തരണേ ആദ്യം. അത് കഴിയുമ്പോൾ ഇച്ചിരി ഒരു സാവകാശം തരുമല്ലോ. പിന്നെ ഈ ചെവികളെല്ലാം നടച്ചിട്ട് നിൻ്റെ അടുക്കിലേക്ക് മാത്രം വന്ന് നിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന ഒരു ചിന്ത ഇട്ടതാണ്. എന്നിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ. പലപ്പോഴും ആ ചിന്ത മാറിപ്പോവും, എങ്കിലും അവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ തന്നെ ഒരു 5 മിനിറ്റ് മാത്രം, 5 മതി, 5 മിനിറ്റ് നിൻ്റെ മുമ്പിൽ മൗനമായിട്ടിരുന്നാൽ അന്നത്തെ ദിവസത്തിനൊരു വേണ്ടാത്തത് എലിമിനേറ്റ് ചെയ്യും, വേണ്ടിയത് കൊണ്ടുവരും. അപ്പച്ചനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള പ്രയാസമായിരിക്കും, പണസംബന്ധമായ ഭാരമായിരിക്കും, രോഗമായിരിക്കാം, പല ആധികളായിരിക്കാം, മക്കൾ വിളിക്കുന്നില്ലെന്നുള്ളിരിക്കുന്ന പല കാര്യങ്ങൾ, കേസുകളായിരിക്കാം. എന്താണേലും കർത്താവേ, 5 മിനിറ്റ് നിൻ്റെ മുമ്പിൽ വന്ന് നിൻ്റെ മുഖത്തേക്ക് മാത്രം ഞങ്ങൾ നോക്കുക. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന ദിവസം ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആ ശാന്തത ഇട്ടുകൊടുത്ത്, ഇൻറ്റേർണൽ സൈലൻസ് ഇട്ടുകൊടുത്ത് അവിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാം കൈകാര്യം ചെയ്യുന്ന ദൈവം പറഞ്ഞ് ഐ ആം ഇൻ കൺട്രോൾ, ഐ ആം ഇൻ ചാർജ്. ആ ദൈവം എല്ലാം ഏറ്റെടുത്താട്ട്. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്? പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.